ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് നമ്പർ 32 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകട്ടോ. അപ്പോൾ ഇന്ന് എന്തറിയോ, ഇന്നൊരു പുതിയ കോംബോ നമുക്ക് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. ജബ്രിസ. ശരിക്കും പറഞ്ഞാൽ കോംബോ 2 പേര് വെച്ചിട്ടാണോ അതോ ഇനി 3 പേര് വെച്ചിട്ടാണോ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് 3 പേര് വെച്ചിട്ടാണ്. കോംബോ എന്ന് പറഞ്ഞാൽ 2 പേരെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ ഒരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട് 3 പേര് വെച്ചില്ല. ജബ്രി പറഞ്ഞ ജാസ്മിൻ പ്ലസ് ഗബ്രി പ്ലസ് സായി, അതാണ് ജബ്രിസ എന്ന് പറയുന്നത്. നല്ല പേരല്ലേ, നല്ല രസമുണ്ട് കേൾക്കല്ലേ. അപ്പോൾ എന്താണ് സായിന്റെ ഉദ്ദേശം എനിക്കൊരു ഐഡിയ ഇല്ല. ഗെയിം പ്ലാൻ ആവാം, അല്ലാതെ ആവാം, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെയായാലും 3 പേരുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്, ജബ്രിസ എന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെ പോകണ്ടേ എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് ലൈവ് അപ്ഡേറ്റുകളിലെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയിരിക്കുന്നത് അപ്സരയും അൻസിബിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. അത് ഇന്നലെ തന്നെ പ്രൊമോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചിട്ടോ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് അൻസിബ പറഞ്ഞു എന്നെ അപ്സര പണിയെടുക്കുന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. കാരണം എന്താന്ന് വെച്ചാല് പട്ടീനെ പോലെ വിളിച്ചുന്നോ, കൈ കൊട്ടിയിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി അങ്ങനെ എന്തോ വിളിച്ചത് അപ്സരയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സോറി അൻസിബ. എനിക്ക് എപ്പോഴും അപ്സര അൻസിബി തമ്മിൽ മാറും, പേരിൽ മാത്രം കേട്ടോ. അപ്പോൾ അപ്സര അങ്ങനെ അൻസിബിനെ വിളിച്ചു, അത് അൻസിബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഗബ്രിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതായിട്ട് പട്ടികളെ അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്സരയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട്, അൻസിബിക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് ഈഗോ അടിച്ചതാവും മിക്കവാറും. കാരണം അപ്സര പവർ ടീമിലുള്ള ആളാണ്. അവർ തമ്മിൽ ആദ്യം ഒരു ഈഗോ ക്ലാഷ് എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പൊ ആ പേരും പറഞ്ഞിട്ട് അൻസിബ അപ്സര പറഞ്ഞത് കേൾക്കണില്ല. അപ്പൊ അവിടെ കുറച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പവർ ടീം എന്ന രീതിയിലാണോ അതോ ഇനി അൻസിബ എടുത്തത് അപ്സര പറഞ്ഞു എന്നുള്ള രീതിയിലായോണ്ടാണോ എന്നറിയില്ല. അൻസിബ അത് എടുക്കാൻ തയ്യാറില്ല. കാരണം ഈ അടി ഇന്നലെ തന്നെ രാവിലെ വരുന്നുണ്ട്. കാരണം ഇന്നലെ ജാൻമണി ഞാൻ ജോലിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അൻസിബ പറയുന്നുണ്ട് എന്താ ഞാൻ ചെയ്യണില്ല. അപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്, അപ്സര എന്തോ പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു അൻസിബ ആ ഒരു ഫൈറ്റ് ഇന്നും ഇങ്ങനെ കൊണ്ടുവന്നത്. കാരണം ഇന്നലത്തെ രാത്രിയുടെ പ്രൊമോയില് അതന്നെ വന്നത്. അങ്ങനെ അപ്സര പറഞ്ഞത് കേട്ടിട്ട് അൻസിബിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് ഞാൻ ഇനി പണിയെടുക്കാനൊന്നും വരുന്നില്ല പവറിൽ. അപ്പൊ ആ ഒരു ഡിസ്കഷൻ അവിടെ സംഭവിക്കുന്നത് കേട്ടോ. മിക്കവാറും ഈഗോ ക്ലാഷ് തന്നെ ആവും. പിന്നെ പവർ ടീമിൽ ഏതായാലും അൻസിബ ഒന്നും കയറിയിട്ടില്ലല്ലോ. അപ്പൊ അപ്സര കയറുകയും ചെയ്തു. ആ ഒരു ചിലപ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ രാവിലത്തെ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഭവം ഉണ്ടായതാണ് മോയെ. അത് ആർക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? ആർക്കുമല്ല, എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയ സംഭവം ഉണ്ടായത്. സായിക്ക് അങ്ങനെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുന്നു ഗൈസ്. എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന് തന്നെ ചിലപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടോ, എന്താണ് സായി അവിടെ ചെയ്യുന്നത്, പുറത്തത്തെ കാര്യങ്ങൾ ഫുള്ള് അകത്ത് പറയണമെന്ന് ഒരു വല്ല നിർബന്ധമുണ്ടോ? ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് പുറത്തത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത്? അതിന്റെ ഇടയ്ക്ക് നോറേനോടും പറഞ്ഞു എന്തോ സംഭവം, ഫാമിലിന്റെയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, ജാസ്മിനെയും പറഞ്ഞു. കാരണം ജാസ്മിനൊക്കെ അത് ഗെയിമായിട്ട് ചിലപ്പോൾ അറിയാം, അല്ലെങ്കിൽ ഗെയിം ആവും, അല്ലെങ്കിൽ അറിയാനുള്ള ത്വര ഉണ്ടാവും ചിലപ്പോൾ എന്തൊക്കെയാ പുറത്ത് നടക്കുന്നുള്ളത്. സായി പക്ഷെ ഇതൊക്കെ എന്തിനാ പുറത്ത് അവിടെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ എന്തായാലും എന്താ ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഉറപ്പാണ് ലാലേട്ടൻ നിന്ന് പൊരിക്കും. സായിന് എന്തായാലും ലാലേട്ടൻ ചീത്ത പറയുന്നത് നല്ല 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാലേ സായി ഇതൊന്ന് പറച്ചിൽ നിർത്തുമെന്നാണ് എന്റെ നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടിയും കൊടുത്തയച്ച് ഇങ്ങോട്ട് വിടും. അതിനേക്കാൾ നല്ലത് സായി അതിനെക്കുറിച്ച് മിണ്ടാതിരുന്ന് ഗെയിം നന്നായി അടിപൊളിയായിട്ട് കളിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴേ ഗബ്രീന്റെയും ജാസ്മിന്റെയും കൂടെ കൂട്ടിയിട്ട് ഫുള്ള് പറച്ചിലാണ്. കാരണം എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ സായി പോണു, ഗബ്രീനെയും ജാസ്മിനെ തെറ്റിക്കണു, അടി ഉണ്ടാക്കണു എന്താന്നുള്ളത്. പക്ഷേ അത് ഒന്നാമത് എന്താന്ന് വെച്ചാല് ഈ ഗബ്രീനും ജാസ്മിനോടും ആരടി ഉണ്ടാക്കിയാലും പുറത്ത് നല്ല ഫാൻസ് ആണ്. അതിപ്പോ കണ്ടില്ലേ, ഇന്നലെ നന്ദന വന്ന് അടി ഉണ്ടാക്കിയപ്പോഴും നന്ദന ആദ്യം വന്നപ്പോ ഓവറാണ് പറഞ്ഞിട്ടും ജാസ്മിനായിട്ടുള്ള അടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നന്ദനയ്ക്ക് ഫാൻസ് വന്നു. അപ്പൊ ഗബ്രീനെയും ജാസ്മിനെ ആര് എതിർത്ത് നിൽക്കണം, അവർക്കൊക്കെ ഭയങ്കര ഫാൻസ് ആണ്. സായിക്ക് അറിയാൻ സംഭവം, പക്ഷെ മേ ബി ഒരു ഗെയിം കളിക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കുറച്ച് ഇതായിട്ടോ. കാരണം എന്തിനാണ് വാണിംഗ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ മെന്റലി ഡൗൺ ആവാതിരിക്കാൻ അറിയില്ല. പക്ഷെ ഇനിയെങ്കിലും സായി അത് കണ്ടിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഗെയിം കളിച്ചാൽ അടിപൊളിയാവും. അതാണ് എന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോഴാണ് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ലിവിംഗ് റൂമിൽ വന്നിട്ടാണ് സായിനെ ചീത്ത പറഞ്ഞത് ബിഗ് ബോസ്. എന്തിനാ പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. അപ്പോഴാണ് നന്ദൻ അവിടെ വന്നിട്ട് മോയെ എന്ന് പറഞ്ഞിട്ടോ. ഇത് എന്താ പറയാ, സായിക്ക് വാണിംഗ് കിട്ടിയതിന് ശേഷം എല്ലാവരും പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ജാസ്മിൻ പറഞ്ഞു ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ പണിഷ്മെന്റ് കൊടുക്കേണ്ട കാര്യം. അപ്പോൾ മേ ബി എന്താണ് എനിക്കറിയില്ല. അതൊരു ഗെയിം ആവാം, ഒരു സോപ്പിടൽ ഗെയിം ആവാം, എനിക്കറിയില്ല.
അങ്ങനെ പിന്നെ അതേപോലെ എന്താ പറയാ, പിന്നെ ഇന്നലത്തെ മറ്റേ ടാസ്കില് ഞാൻ 2 ടാസ്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സായിന്റെ ടീം പറഞ്ഞതും ഒന്ന് പൂജന്റെ ടീം പറഞ്ഞതും, അതായത് ഡിബേറ്റ് നടക്കുന്ന സംഭവം. അതിൽ സിബിന്റെ ഞാൻ പറയാത്ത കാരണം ഞാൻ എപ്പിസോഡിൽ സിബിന്റെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് വിട്ടുപോയത്. ഞാൻ നോട്ട് ചെയ്യാനും മറന്നുപോയി. പക്ഷെ സിബിന്റെ ആ ഒരു ടാസ്ക് ഞാൻ കണ്ടിരുന്നു. അത് നല്ല അടിപൊളി ടാസ്ക്, നല്ല അടിപൊളിയായിട്ട് ഗബ്രീനും ജാസ്മിനും എടുത്ത് നല്ലോണം പറഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അതോടെ തന്നെ സിബിന് കുറച്ച് ഫാൻസ് കയറിയിരിക്കുന്നു. കാരണം ഓപ്പോസിറ്റ് എന്തായാലും ഗബ്രീൻ ജാസ്മിൻ ആണല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടട്ടോ, എനിക്കും ഞാൻ പേഴ്സണലി എനിക്കിങ്ങനെ ഗബ്രീൻ ജാസ്മിനും കാണിക്കുന്ന കളികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഞാൻ ഒബ്വിയസ്ലി ഞങ്ങൾ റിവ്യൂലോ എന്തായാലും പറഞ്ഞു. അപ്പൊ നമ്മള് വിചാരിക്കുന്നത് ആസ് എ വ്യൂവർ ആൾസോ ഞാനിപ്പോ അത് പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് അവർക്കിത് നമ്മൾ കളിക്കുമ്പോൾ ആരാണ് കളിക്കുന്നത് അവർക്ക് നമ്മൾക്ക് എന്തായാലും ഫാൻസ് കൂടും. പക്ഷെ സായിക്കും അങ്ങനെ ഒരു കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നോക്കാം നമുക്കിനി വരും ദിവസങ്ങളിൽ കളി എങ്ങനെയാവും എന്നുള്ളത്. പിന്നെ വേറൊരു സാധനം, ഇന്ന് ഏറ്റവും കൂടുതൽ സാധനം വന്നത്, മീൻസ് ഒരു ഹൈപ്പ് വന്നത്, ജാസ്മിന് ബിഗ് ബോസ് ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ടൊന്ന്. അപ്പോ എന്താന്ന് വെച്ചാൽ എല്ലാരും പറയണ്ട ഇത് ജാസ്മിന് വേണ്ടി മാത്രം എന്തോ സീരിയസ് കാര്യങ്ങളും, ജാസ്മിന് ഒരു പ്രിവിലേജ് കൊടുക്കണം, അതാണ് ഇതാണ്. ജാസ്മിൻ അത് വായിച്ചു ബാറ്ററിന്റെ ആ ഒരു ബാഗിൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പക്ഷെ അത് കഴിഞ്ഞ് നേരെ ജാസ്മിൻ പോയത് മറ്റേ 2 അഭിഷേകുമാരുടെ ഇടയിൽ സംസാരിക്കാനാണ്. അപ്പൊ അതൊരു ചർച്ച വന്നു. 2 പേരുടെയും LGBTQ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണോ, അത് മേ ബി കത്ത് കൊടുത്തത് ആരോടും പറയാൻ പാടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ബിഗ് ബോസ് പറഞ്ഞോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ബിഗ് ബോസ് ലവ് ലെറ്റർ കൊടുത്തു എന്നാണ് അത് പുറത്തുള്ളത് ചർച്ചകൾ, കിംവദന്തികൾ. ഓക്കെ, അത് ജാസ്മിൻ ആകുമ്പോ പിന്നെ കുറച്ച് കൂടുതലോ ലവ് ലെറ്റർ കൊടുത്തു എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്നതാണല്ലോ പറയാ. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ അത് മേ ബി അതിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ടോ സ്വകാര്യമായിട്ട് നടത്താനോ എന്ന് വേണ്ടിയിട്ടാവും മിക്കവാറും. അതേപോലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതായത് ശരണ്യും ജിൻഡോയും തമ്മിലുള്ള ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ചൊരു വിവാദം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാല് ജിൻഡോ വെറുതെ ആളാൻ വേണ്ടി പറഞ്ഞതാണ് ശരണ്യയുടെ ഡ്രസ്സ് മോശമാണ്. കാരണം ജിൻഡോനറിയാം പുറത്തുള്ള പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ സംഭവം ഇട്ട് കൊടുത്താല് അത് നല്ല ഹിറ്റ് ആവും എന്നുള്ളത്. അത് കറക്റ്റായിട്ട് ജിൻഡോ ചെയ്തിട്ടുണ്ട്. ശരണ്യന്റെ ഡ്രസ്സ് നന്നല്ല എന്ന് പുറത്തെ ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ അത് ഇട്ട് കൊടുത്തു. പക്ഷെ അതവിടെ മൂഞ്ചിപ്പോയി. എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത് വന്നപ്പോൾ ജിൻഡോ അവസാനം സോറി പറഞ്ഞു പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജാസ്മിനും ജിൻഡോ ക്യാപ്റ്റൻ അവർ തമ്മിലുള്ള അടിയിൽ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ ക്യാപ്റ്റൻ ആയിട്ട് നന്നാവണില്ല, കളിക്ക് ശരിയാവണില്ല, നോറയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കാൻ വേണ്ടിട്ട് അത് കൊടുത്തു. അത് ചെറിയ സംഭവം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിന്റെ മുന്നേ വേറൊരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ രാവിലെ സായിയും ജിൻഡോ ആയിട്ടൊരു അടി ഉണ്ടായി. എന്താ പറയാ, സായി മറ്റേ ജാസ്മിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജിൻഡോ വന്നിട്ട് നീ എന്താ അവിടെ ഇങ്ങനെ പണിയെടുക്കാതെ നിൽക്കുന്ന, അവിടെ എന്താ സംസാരിച്ചോണ്ടിരുന്നപ്പോ സായി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു വർത്താനം പറഞ്ഞു കഴിഞ്ഞ് സായി പറഞ്ഞത് അത് എനിക്ക് അധികം വേണ്ട സുഖിപ്പിച്ചില്ല. കാരണം സായി പറഞ്ഞു ശരിക്കും ഞാൻ ജിൻഡോനോട് അത്ര ഒന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ജിൻഡോ വന്നപ്പോ ഓക്കെ എന്ന് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷെ അതല്ല വേണ്ട, നമ്മുടെ കാണികൾക്ക് നമ്മൾ ആ അടി കാണണം. നമ്മളൊന്നും എന്ത് പറഞ്ഞാലും ഓക്കെ എന്നല്ല പറഞ്ഞു. നമ്മൾ എന്തുണ്ടെങ്കിലും ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉൾപ്പെടെ ഞാൻ എന്തായാലും അടി കാണാൻ തന്നെ വേണ്ടി നിൽക്കുന്നത്, സായിന്റെ അടി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇനി എന്താ വിചാരിച്ചറിയാം, ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ കഴിയുമ്പോൾ സായി ഒന്ന് കുറച്ചും കൂടി സ്ട്രോങ് ആവണം, കുറച്ചും കൂടി അടിപൊളി. മേ ബി ഉള്ളിൽ ഗെയിം ഉണ്ടാവാം എന്തായിരിക്കും, പക്ഷെ കാണികൾക്ക് വേണ്ടത് കുറച്ചും കൂടി നല്ല അറ്റാക്കിംഗ് മോഡിലുള്ള ആൾക്കാരെയാണ്. അത് നമുക്ക് മനസ്സിലാവും. ഈ ഫാൻ ബേസുകൾ ഓരോരുത്തർ വരുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് നോക്കാം ഇനി സായിന്റെ കളികൾ ഇനി വരും ദിവസങ്ങളിലെ കളികൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. ടാസ്ക് ഒരു ചലഞ്ച് റൗണ്ട് ഉണ്ടായിരുന്നു. ഒരു ഡയലോഗ് പറയാ, എന്നിട്ട് അത് സിറ്റുവേഷനോ അല്ലെങ്കിൽ അത് ആരോട് പറഞ്ഞു എന്നുള്ള സംഭവം കേട്ടോ. പക്ഷെ അതിൽ എന്താ സംഭവം വെച്ചാൽ ടണൽ ടീം ജയിച്ചു. എനിക്ക് തോന്നുന്നത് പൂജയാണ് ടണൽ ടീമിലുള്ളത്. അപ്പൊ പൂജ 24/7 ഫുള്ള് കാണുന്ന ആളാണല്ലോ. അപ്പൊ എല്ലാ ഐഡിയയും കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ എന്താ ഈ ടാസ്ക് ഇടാൻ കാരണം തന്നെ എന്താന്ന് വെച്ചാല് ആരെയൊക്കെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതലും മറ്റേ ഞാൻ ഇപ്പൊ കേട്ടതെന്നറിയോ, മറ്റേ ഗബ്രി ജിൻഡോനെ കുറിച്ച് പറഞ്ഞത് എന്താ ഇയാളെ അടി ഉണ്ടാക്കാൻ വേണ്ടി എന്താ ലിപ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണോ എന്നുള്ള രീതിയിലുള്ള സംസാരം. അത് കറക്റ്റ് പൂജ കണ്ടുപിടിച്ചു. അങ്ങനെ അത് ഉത്തരം വന്നു. അതിൽ സായിന്റെ ടീമിന് 1 മറ്റേ ടീമിന് 1 കിട്ടി, നെസ്റ്റും 10 1 കിട്ടി, ടണൽ ടീമിന് 2 പോയിന്റ്സും കിട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും പവർ ടീമിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടണൽ ടീം ആവും മിക്കവാറും വരിക. അതിൽ പൂജ ഉണ്ട്, ആ ഒരു ടീം ശരണ്യന്റെ ടീം. ശരിക്കും അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ശരണ്യക്ക് കുറച്ച് ഫാൻസ് കൂടുണ്ട്, കാരണം ശരണ്യ എല്ലാ ടീമുണ്ടാണല്ലോ, അത് ജയിക്കുന്നുണ്ട് എല്ലാ കളിയിലും. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് മിക്കവാറും അവർ തമ്മിലുള്ള കളിയാവും മിക്കവാറും ഫൈനലല്ല മീൻസ് അടുത്ത പവർ ടീമിന് വേണ്ടിയുള്ള റൗണ്ടിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കളിയാവും മിക്കവാറും വരുന്നുണ്ടാവുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ, ഇന്നത്തെ രാത്രിത്തെ എപ്പിസോഡ്. ഇത് ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് റിവ്യൂ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, കാരണം ജിത്തുബായിക്ക് കുറച്ച് പണികളുണ്ട്. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടി ശക്തമായി തിരിച്ചു വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്, സായിനെ കുറെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ബാക്കി വരുന്നത് പോലെ വരട്ടെ, ഗെയിമാണ്.
എന്തും ഏതും മാറി മറിയാം. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് എല്ലാം മാറി മറിയും. പക്ഷേ എനിക്കും ഒരു അഭിപ്രായം, ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, ജെന്യൂൻ ആയിട്ട് ഞാൻ പറയുന്നത്, സായി കുറച്ചും കൂടി സ്പീഡപ്പ് ആവാണ്ട്, അതായത് ഇങ്ങനെ കുറെ ചിന്തിച്ച് കുറെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഗെയിം കണ്ടതാണ് പുറത്തുനിന്ന്. കുറച്ച് സ്പീഡപ്പ് ചെയ്താൽ പിന്നെ എന്താണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം, ജാസ്മിൻ ഗബ്രീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫാൻസ് കൂടും, ആരാധകർ കൂടും എന്നുള്ളത്. അപ്പൊ എനിക്കറിയില്ല ഇനി അടുത്ത പ്ലാനുകൾ, ഇനി അടികൾ എന്താണാവോ എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഇന്നത്തെ രാത്രിത്തെ റിവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ.